ഹായ് ഗൈസ്, ആരോഗ്യവാനായ വ്യക്തി എത്ര മധുരം കഴിച്ചാലും അത് കൺട്രോൾ ചെയ്ത് നിർത്താനുള്ള ഒരു ശക്തി നമ്മുടെ ശരീരത്തിനുണ്ട്. അപ്പോൾ ഇത് അളവിൽ കൂടാതെയും കുറയാതെയും ശരീരം അത് കൺട്രോൾ ചെയ്ത് നിർത്തും. ഇപ്പം 70 മുതൽ 140 വരെയാണ് നോർമലെങ്കിൽ ഈ 140 കൂടുമ്പോൾ അത് പാൻക്രിയാസ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്ത് ആ 140 തന്നെ കുറച്ച് നിർത്തും. ഇനി 70 താഴേക്ക് പോവുകയാണെങ്കിൽ ഗ്ലൂക്കഗോൺ പ്രൊഡ്യൂസ് ചെയ്ത് അത് ഒരുപാട് താഴാതെ ശരീരം കൺട്രോൾ ചെയ്ത് നിർത്തും. ഈ പ്രവൃത്തി ഗ്ലൂക്കോസ് മെറ്റബോളിസം എന്ന് അറിയപ്പെടും. എന്നാൽ കാലക്രമേണ പല കാരണങ്ങളാൽ ഈ ഇൻസുലിൻ ശരീരത്തിൻ്റെ പല കോശങ്ങളിലും ഭാഗങ്ങളിലും പേശികളിലും കെട്ടിക്കിടക്കും. ശരിയായ പ്രവർത്തനം നടക്കാതെ കെട്ടിക്കിടക്കുന്നു. ഇതിനെയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ കാരണങ്ങളാൽ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനുള്ള കഴിവ് പ്രമേഹമെന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർക്കുന്നു. അപ്പോൾ ഈ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറയുകയോ ഇനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസുലിൻ കോശങ്ങളിലോ പേശികളിലോ കെട്ടിക്കിടക്കുകയോ ചെയ്യുമ്പോൾ ഈ പറയുന്ന കൺട്രോൾ നടക്കാതെ വരുമ്പോഴാണ് നമ്മൾ പ്രമേഹത്തിലേക്ക് പോകുന്നത്. ഇനി നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസിലേക്ക് എത്തി എന്നെങ്ങനെ കണ്ടുപിടിക്കാം? നമ്മുടെ കഴുത്തിന് ചുറ്റും ആക്സിലയിൽ കക്ഷത്തിൽ കറുത്ത പാടുകൾ ഭയങ്കരമായിട്ട് വരുവാണെങ്കിൽ നമ്മളിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് തുടങ്ങി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ശരീരത്തിൻ്റെ അളവ് സ്വയം പരിശോധിക്കുക വഴി നമുക്ക് കണ്ടുപിടിക്കാം. സ്ത്രീയുടെ അരവണ്ണം 80 സെൻറ്റിമീറ്ററിൽ കൂടുതലും പുരുഷൻ്റെ അരവണ്ണം 90 സെൻറ്റിമീറ്ററിൽ കൂടിയും ഉണ്ടെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻ്റ് തുടങ്ങി അപ്പോൾ നിങ്ങളുടെ ശരീരം പ്രമേഹത്തിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വെറുതെ ഒരു ടേപ്പ് എടുത്തു വെച്ച് വയറിന് ചുറ്റും ഒന്ന് അളക്കുക. 80 സെൻറ്റിമീറ്ററിന് താഴെയാണ് സ്ത്രീകളെങ്കിൽ ഓക്കെ, 90 സെൻറ്റിമീറ്റർ താഴെയാണ് പുരുഷനെങ്കിൽ ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് തുടങ്ങിയാണ് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെ തുടങ്ങിയാൽ പ്രഷർ, പിന്നെ രക്തസമ്മർദ്ദം, സ്ട്രോക്ക് വരാതെയും ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെട്ടു പോകാൻ പറ്റും. ഓക്കെ, ബൈ.